ഹായ്. അപ്പോൾ ഞങ്ങളുടെ സാറ്റർഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ട് കേസ്കോടെ പോയിട്ട് ഡാൻസ് പഠിക്കലാണ്. ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ഒരു ഓണത്തിന് അക്കാഫ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസിനായിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ സാറ്റർഡേസും സൺഡേ മോർണിംഗ്സും. അപ്പോൾ ഞങ്ങൾ പോവാൻ പോവാണ്. അമ്മ എന്താണ് തോന്നുന്നത് ഞങ്ങളുടെ ഡാൻസ് കോമ്പറ്റീഷനിൽ എന്താണെന്ന് തോന്നുന്നു? സാറ്റർഡേ സൺഡേ പോയില്ല. അതെ, പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ ഇത്തിരി ശല്യം മാറി കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവർക്ക് മിസ്സിങ് ആട്ടോ. ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുണ്ടെങ്കിൽ ഇവിടെ ആള് ബഹളൊക്കെ ഉള്ളതെന്നൊക്കെ. അല്ല, എന്താണ് അമ്മയുടെ ഒരു ചിന്ത? ജയിക്കുമോ? അതെ, ഒരു ക്വസ്റ്റ്യനും ഇല്ല. അപ്പൊ ഞങ്ങൾ പ്രാക്ടീസിന് പോവാണ്. ഞങ്ങൾ കറക്റ്റ് 6 മണി പറഞ്ഞ 6 മണിക്ക് എത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഓക്കെ, ബൈ. അയ്യോ, ഒരു മിനിറ്റ്. ഹായ്. അപ്പോൾ ഓൺ ദ വേ ടു കേസ്കോഡ്. വീക്കെൻഡില് ഞങ്ങളുടെ ഡ്രൈവർ എപ്പോഴും ഫീസിലാണ്. ഡ്രൈവർ ദിസ് ടൈം ഞാനും റീച്ചിലും മാറി വർക്കിംഗ് ഡേയില് റീച്ചിൽ ഓടിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒരു 5 മിനിറ്റ് സമയം കിട്ടാറുള്ളൂ. ഞാനും റീച്ചിലും ലോങ് ഡ്രൈവ്. അപ്പോൾ ഇന്ന് ഞങ്ങള് ഫുൾ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് പോകും. ഹേസിലാണ് ഫുൾ ഡ്രൈവിംഗ്. അപ്പോൾ കേസ്കോഡിൽ പോയിട്ട് ഞങ്ങൾ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഹായ് ഗൈസ്. റീച്ചിൽ കയറി അപ്പം തന്നെ കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഫിറ്റ് നോക്കൂ, രണ്ടുപേരും മറ്റേ കാബൂളി വാലര. കംഫർട്ട് മുഖ്യം. അതെ, കംഫർട്ട് മുഖ്യം. കേസ്കോഡിൻ്റെ പടികൾ എത്തിയിരിക്കുന്നത്. കേസ്കോഡ്, ഇതാണ് കേസ്കോഡ്. ഹലോ മാസ്റ്റർ അർജുൻ. ഞങ്ങളുടെ എല്ലാം പഠിപ്പിച്ചു തരുന്ന മാസ്റ്ററാണ് ഗുരു. അനുഗ്രഹിച്ചാലും. ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ് അല്ലേ? അതെ, ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാ. അതെ, നിവ്യകുട്ടി. ഹായ്. നല്ല സുന്ദരിക്കായിട്ട് വന്നിട്ടുണ്ട്. അതെ, ഏറ്റവും ചെറുത്. അതുകൊണ്ട് അതെ, ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുമായിരിക്കുമല്ലോ, ഒന്ന് കാണാൻ കുറച്ച് ഉണ്ടായിക്കോട്ടെ. അർജുൻ മാസ്റ്ററിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി കാണിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് പറയട്ടെ. സ്പെഷ്യാലിറ്റി മൂക്കി പാർവതി. ഓവറാക്കണ്ട, ഇത്രയേ ഉള്ളൂ. ബാക്കി ശേഷം സ്ക്രീനിൽ. അല്ല, കണ്ടംപററി ഹൗസ്. ഇങ്ങനെ കാലുകൊണ്ടുള്ള ഫൂട്ട് വർക്കായിട്ട് ചെയ്യുന്നല്ലേ? അങ്ങനത്തെ. ലേറ്റായി കമ്മിൻ ലേനിയ. ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസ് കോസ്റ്റ്യൂമാണല്ലോ. ഫുൾ ഡെഡിക്കേഷൻ. പുതിയ സ്റ്റാർട്ട്. ഹായ് തെരേസ. ഹായ് രണ്ടു. ഹായ് അമിനു. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖല്ലേ? ഇതാണ് ഞാൻ മെമ്പേഴ്സ് വ്ളോഗ്. കേസ്കോഡ് വ്ളോഗ് അല്ല, നമ്മുടെ വ്ളോഗ്. ട്രയോട്ടൈൽസിന്റെ വ്ളോഗ്. പഴംപൊരി എടുക്കാം. അയ്യോ, and one friend Zoom. വന്നോടനെ തീറ്റ തുടങ്ങി. വന്നോടനെ ഡാൻസ് കളിക്കേണ്ട പോലെ തീറ്റ തുടങ്ങി.
പ്രാക്ടീസൊക്കെ കഴിയുമ്പോൾ ഏകദേശം 10-10:30 ആവും. വീക്കെൻഡ് ചില ദിവസം 11-11:30 ഒക്കെ ആവും. ഈ മിഡ് നൈറ്റിൽ ഞങ്ങളുടെ പപ്പേനെ അമ്മയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കേക്കും മേടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് സെലക്ട് ചെയ്യാൻ വന്നതാണ് ഇവിടെ. ഹാപ്പി ഇയേഴ്സ് ആഫ്റ്റർ ഡാൻസിങ്. ഗ്ലോ ഒക്കെ വരുന്നുണ്ട്. ഡാൻസ് ഗ്ലോ, പോസ്റ്റ് വർക്കൗട്ട് ഗ്ലോ. ഹലോ, എന്നാലേ കിട്ടൂ. ആയ്, നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് വഴിയിൽ. ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു പുതിയ മെമ്പറുണ്ട്. ഹലോ, എല്ലാ മെമ്പേഴ്സിനെയും പരിചയപ്പെടുത്തിയിരുന്നു. ഹായ് റിന്റു. പേസി. ഹായ് ഹായ് ഇബിനു. അല്ല, നിന്നോ പേടിക്കണ്ട. ഹസീബ്ക്കാരെ ട്രീറ്റ് ആണെന്ന്. അതെ, നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ആഘോഷമായിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ അവിടെ? ചിക്കന്റെ എന്തോ സംഭവം, ബീഫിന്റെ എന്തോ സംഭവം, പത്തിരി. എനിക്ക് വയ്യ. ഇരുന്ന് ആസ്വദിക്കുക. ഒക്കെ കഴിച്ച് സന്തോഷമാണ് ഈ കാണുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഹസീബ്ക്കാരെ ട്രീറ്റ്? സൂപ്പർ. നല്ലായിരുന്നോ ട്രീറ്റ്? എന്താണ്? ചിക്കൻ കറിയും ബീഫും എല്ലാം. ഹായ്, ഒരു ടാറ്റ പറയൂ. അപ്പോൾ ഇന്ന് നമ്മുടെ പപ്പേരെ അമ്മേരും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ ഗൈസ്? വരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കും, നിങ്ങൾ ഇരിക്കേ. നിക്കൂടെ സൺഡേ മോർണിംഗ് പ്രാക്ടീസ് പോയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ആരോഗ്യമില്ല, മീൻസ് ഉറക്കം വന്നിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. റേച്ചൽ ഡസൻ ബോദർ ഇവൻ സെയിം ഇത്, അത്രയും ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഉഷാറായിക്കോളും. ഉറക്കം എങ്ങനെയും ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്ത ഉള്ളൂ. അപ്പോൾ നമ്മളൊരാളെ പിക്ക് ചെയ്യും. ഒരു സെലിബ്രിറ്റിയാണ്, വേറൊരു സെലിബ്രിറ്റിയാണ്. നമ്മളൊരാളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഡയറക്റ്റ്. ഇത് നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്താത്ത ഒരു മെമ്പറാണ്, അതുകൊണ്ട് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ. ഗ്ലോ പറഞ്ഞോളൂ. മീനു. അതെ, ഒരു സെലിബ്രിറ്റിയാണ്, വളർന്നു വരുന്ന സെലിബ്രിറ്റി. അറിയില്ല, അത് ഞങ്ങൾക്ക് രണ്ടുപേരും ചാനൽ നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക. അതെ, ഇത് നേരെ ഈ ചാനലിലേക്ക് പോവുക. ഓക്കെ, ഡാൻസ് കളിച്ചോളൂ. പാട്ടും ഉണ്ടായിരുന്നു കൂടെ. ഡെഡിക്കേഷൻ കൊണ്ട് കാല് വയ്യാത്ത ആള് വന്നു സ്റ്റെപ്പ് കണ്ടു പഠിക്കാൻ. ലേറ്റ് നൈറ്റ് പ്രാക്ടീസ്. എളിമയുടെ ആളാണ്, എളിമ. പുതിയ മുഖ പുതിയ സൂര്യമുഖ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ പ്രാക്ടീസിലാണ്. നമ്മുടെ കോമ്പറ്റീഷനൊക്കെ ആവാറായി തുടങ്ങി അല്ലേ? ഒരാൾക്ക് ഇവിടെ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്.
ഓ മീനു മിസ്സായിട്ടൊരു വീഡിയോ എനിക്ക് വയ്യ. ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും ഗോഗ്ലോ ഫുഡി ബൈ മീനുവിന് ഞാൻ എപ്പോഴും പ്രൊമോഷൻ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ഇതിൽ ലിങ്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഗോഗ്ലോ ഫുഡി ബൈ മീനു. ഇവിടെ അതിസാഹസികമായ ഓരോ മൂവുകളാണ് നടക്കുന്നത്. ഓ വളരെ സാഹസികമായ ഒരു ഹായ് ഗൈസ്. ഇരുന്ന് ചില്ലിങ് ആണ് ഇവിടെ, ഇരുന്ന് ചില്ലിങ്. ആ എക്സ്പ്രഷനൊക്കെ ഞാൻ ആ ടൈമിങ്ങിൽ എടുത്തത് കണ്ടില്ലേ? അതെ അതെ, മുടക്കരുത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതാണ്. തുടങ്ങാണ് പോവാണ്. അതാ നമ്മളാണ് കപ്പെടുക്കാൻ പോകുന്ന ആൾക്കാര്. അതെ, കപ്പ് മുഖ്യം ബിഗിലെ. പാർക്കിലുള്ള പ്രാക്ടീസാണ്. തെരേസ അവിടെ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നത്. അതെ, മാസ്റ്റർ അവർക്ക് അവിടെ എന്തോ പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ടൊക്കെയുള്ള പരിപാടിയാണ്. ആ റേച്ചൽ റെൻഡു എളിമയുടെ ആളാണ്. എളിമ ഞാനും വീഡിയോഗ്രാഫർ. 5, 6, 7, 8. 5, 6, 5, 6, 7, 8. Pa 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 ta 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 na na. Dum dum da 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 dan 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 da na na. ഈവനിങ് പ്രാക്ടീസ് 11 മണി കഴിഞ്ഞു. എല്ലാരും ടയേർഡ്. നമ്മളങ്ങനെ പരിപാടിയുടെ ലാസ്റ്റ് വീക്കിലാണ്. അപ്പോൾ ഈ ഒരു സൺഡേ കഴിഞ്ഞ നെക്സ്റ്റ് സാറ്റർഡേ ഞങ്ങളുടെ പരിപാടി കഴിയുന്നുണ്ടാവും. സൺഡേ പരിപാടി കഴിയും. ഈ ഒരു നേരത്തെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് വീക്കായിട്ട് എല്ലാവരും നല്ല ജോഷിൽ പ്രാക്ടീസ് ടൈമിംഗ് ഒക്കെയാണ്. ഇന്നലെ വി ഹാഡ് ലൈക്ക് 7-8 hours പ്രാക്ടീസ്. ഞങ്ങൾ തുടങ്ങിയത് ഇന്നലെ ഒരു 7 മണിക്ക് ഈവനിങ് ടിൽ 2 o'clock. 2 അല്ല 1:30. ലോങ് പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറോടെ ചെയ്യാണ്ട് എന്തെങ്കിലും നമുക്ക് കാണാം ഡാൻസ് പരിപാടി എന്തായിരുന്നു. 100% കൊടുക്കണം. അതെ, 200%. സ്റ്റുഡിയോയിലെത്തി അങ്ങനെ വി ആർ ഇൻ സെർച്ച് ഓഫ് സ്നാക്സ് അല്ലേ. സ്നാക്സ് ബാക്കി ആരും വന്നിട്ടില്ല. ഭയങ്കര കൃത്യനിഷ്ഠത ആയതുകൊണ്ട് നമ്മൾ സ്നാക്ക് ഒക്കെ കഴിച്ച് കയറാന്ന്. അതെ, നമ്മളിപ്പോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ എന്തെങ്കിലും നല്ല കിട്ടുന്ന ഗ്രീൻലാൻഡിലായിരിക്കും നമ്മൾ പോവാ. എന്നാലും ഗ്രീൻലാൻഡിലേക്ക് വരാനായിട്ട് പ്രിപ്പയർഡ്. സ്വാഗതം ചെയ്യുന്നു. എത്ര നാളായി കണ്ടിട്ട്? 24 മണിക്കൂറായി കാണുമല്ലേ? ഏകദേശം 20 മണിക്കൂറൊന്നും ഇല്ല, ആയിട്ടില്ല. 20 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇന്നലെ 2:30 പിരിഞ്ഞു. 3 മണിക്ക് 6 മണിക്ക് കുറച്ച് മണിക്കൂറുകൾ വീണ്ടും പിന്നെ ചായ കുടിക്കുക, പഴംപൊരി കഴിക്കുക, ഡാൻസ് കളിക്കുക, ചളി അടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ കമന്റ് ബിലോ. ഫ്രോപ്പാണിത്. ഇതൊന്നിങ്ങനെ ചെയ്യോ ഫ്രോപ്പ് വെച്ച്? വരൂ എല്ലാവർക്കും കുറച്ച് എന്റെ ഡ്രസ്സ് നല്ല കോമഡി ആയിട്ടില്ലേ? നീ പാഡ് ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ പ്രോപ്പ് കൊണ്ട് എന്തൊക്കെയോ പരീക്ഷണങ്ങളാണ്. ഹസീബ് ക മേൽനോട്ടത്തിൽ പ്രോപ്പർട്ടി തിന്നുകൊണ്ടിരിക്കുക. അമീനു ഹായ്, നമസ്കാരം. അയ്യോ പറഞ്ഞോളൂ. വിശേഷം? സുഖം തന്നെ.
സുഖം തന്നെ. ഇവിടെ ഇവനു എന്തൊക്കെയോ ഇതേവരെ സേവ് ദ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറയാം പ്രാക്ടീസിന്റെ. പക്ഷേ നാളെ ഉണ്ടാവും കുറച്ചു നേരം, മറ്റന്നാ പരിപാടിയായി. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസിന് എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. ഇവനു ലാസ്റ്റ് ഡേ പ്രാക്ടീസാണ്. ഡാൻസിനെ കുറിച്ച് എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്? ഡാൻസിനെ പറ്റിയിട്ട് 3 കാര്യം പറയാനുള്ളൂ. ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടും, അല്ലെങ്കിൽ തേർഡ് കിട്ടും. ഇത് നമ്മൾ അന്നത്തെ ദിവസം എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളത് ഇതിന് കുറവൊന്നും കിട്ടും. എനിക്ക് ആ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത്? അതെ, പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള പെർഫോമൻസ് ആണ് ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുന്നത് വിശ്വസിക്കുന്നു. നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ ബെസ്റ്റ്. ബാക്കിയൊക്കെ ദൈവത്തിന്റെയും അല്ല, ബാക്കിയൊക്കെ ദൈവത്തിന്റെയും ബാക്കിയുള്ള മെമ്പേഴ്സിന്റെയും കയ്യിലിത്. ജഡ്ജിന് ഇഷ്ടപ്പെടുന്നു. അതെ. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ബെസ്റ്റ് ചെയ്യാം. യെസ്. ഹായ് മലയാളി മങ്ക, സുന്ദരിയായിട്ടുണ്ട്. പോയിന്റ് വ്യത്യാസം എനിക്ക് മലയാളി മങ്കയിൽ നിന്ന് ഔട്ടായി. ആണോ? ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചിരുന്നു നമ്മുടെ ഡാൻസിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം. ഇന്നിവിടെ കളിച്ച് നമ്മൾ പെർഫോമൻസ് ഫസ്റ്റിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഡാൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ ബോറാണ്. നമ്മുടെ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ്, അല്ല നാളെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ പെർഫോമൻസ് ആയി. അപ്പൊ ഒന്ന് മാസ്റ്റർ ഞങ്ങളോട് എന്താ പറയാനുള്ളത് എന്നുള്ളത്. Such a beautiful group of people in Dubai. ദുബായ് നാട്ടിൽ വേറെ ഉണ്ട്. നാട്ടില് കുറെ ബ്യൂട്ടിഫുൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. And the love that I get from you is sure. See. അതെ. I love it's not that I'm teaching you stuff. It's just like I'm sharing, with Okay. you. Good. I always, you guys are, every one of you guys are elder than me, and you guys are my brothers and sisters. Sure. All Indians are my brothers and sisters. I love my country. It is a pleasure. It is my greatest pleasure. Pressure. അത് പക്കോട. അതെ. സ്റ്റുഡൻസ് ഞങ്ങൾ എങ്ങനെയാ? കങ്കാമാണ്. വൈബ് സ്റ്റുഡൻസ് അല്ലേ? അതാണ്. അതെ, പക്കോട കൊടുത്ത് പറയിപ്പിച്ചതാണ്. ഇതൊന്നും മനസ്സിലാവും, വ്യക്തമാണ്. അതെ. ഞാൻ വാക്കാൽ പറയേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനതകൾ, പിള്ളേർ. ജനതകളുടെ പിതാവ് മാതാശ്രീ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. ഇനി ധനീഷിനോട് ചോദിക്കാനുണ്ട്. എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും ഞാൻ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഡാൻസ് നമ്മൾ ഫസ്റ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പ്രൈസ് അടിച്ചിട്ടേ വരുന്നുള്ളൂ. അതെ, ഗുഡ്. റെന്റ് പറഞ്ഞിട്ടില്ല. റെന്റ് പറയൂ. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നെല്ലാം സെറ്റ്. കൊറേ ഫ്രണ്ട്സ് ആയി. പെട്ടെന്ന് കഴിഞ്ഞു. ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ പെട്ടെന്നാണ്. പെട്ടെന്ന് വൈബൊക്കെ പെട്ടെന്ന് സെറ്റ് ആയി. ഒരു ഫാമിലി ആയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഡാൻസ് പൊളിക്കും. പിന്നെ അതെ, അതിന് സംശയമില്ല. പിന്നെ പറയേണ്ട കാര്യമില്ല. അതെ. അപ്പൊ നിവ്യ പറയൂ. ഹായ്. ഇതിലത്തെ ഏറ്റവും കുരുന്നാണ് നിവ്യ.
എന്താ പറയണ്ടേ? നിവിക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ ഡാൻസിനെ കുറിച്ച്, ഓക്കെ, ഇതുവരെയുള്ള ജേർണിനെ കുറിച്ച്? ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരുന്നു. അതായത് ഞാനിവിടെ വന്നിട്ട് 6 മാസമായിട്ടും അതിനുള്ളിൽ എനിക്ക് ഇത്രയും നല്ല ഒരു ഗ്യാങ്ങിനെ കിട്ടിയത് ഭയങ്കര സന്തോഷം. ആക്ച്വലി ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് താങ്ക്സ് മാസ്റ്റർ ഇരിക്കട്ടെ. ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ദുബായ് വന്ന ആ ഒരു ശോകം മാറി. ഭയങ്കര സ്പെഷ്യൽ നിവ്യ 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 നിവ്യ. ഇനി നമ്മുടെ ഒരു യൂട്യൂബ് വ്ളോഗറായ മീനുവിനോട് ഗോ ഗ്ലോ ഫുഡി ബൈ മീനു, കമോൺ, എന്താണ് പറയാനുള്ളത്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ഇത്രയും മെമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് എന്റെ ഒരു ഡ്രീം ആയിരുന്നു ചെയ്യണം എന്നുള്ളത്. അതും നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നിട്ട് ഇത്രയും നല്ല ഡാൻസേഴ്സിന്റെ കൂടെ അപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ അറിയാത്ത ചെയ്യാത്ത കുറെ സ്റ്റൈൽസ് ഒക്കെ നമ്മൾ ചെയ്തു. നമുക്ക് നല്ല അടിപൊളി ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പുറത്തോട്ട് വരുത്താനായിട്ട് പറ്റി. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പ്രൈസ് നമുക്ക് കിട്ടും. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു വിഷമമില്ല. നമ്മൾ വളരെ ഹാപ്പിയാണ് ഈ ഒരു ടൈമിൽ. അപ്പം അതാണ് നമ്മളെ പോലെ ഒരേ മാതിരി ഒരേ പൊട്ടത്തരങ്ങളുള്ള കുറെ ആൾക്കാർ. എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. എല്ലാരും അടിപൊളിയാണ്. ഭയങ്കര നല്ലൊരു ടീമാണ്. നമുക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പൊളിക്കാം അല്ലേ? ഇവിടെ വരെ നോക്കുന്ന പോലുമില്ല. ഞങ്ങളിപ്പോ ഓൺ ദ വേ ആണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളവരോട് കാണിച്ചു തരാം. ഡാൻസ് ആരെങ്കിലും കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിക്കും ഞങ്ങള്. എന്നിട്ട് കൊളായില്ലെങ്കിൽ കാണിക്കാം. വേണ്ട വേണ്ട, സീത. അപ്പൊ ഹാപ്പി ഓണം. ഇന്ന് ശരിക്കും ഓണം ദിവസമാണ്. ഓണത്തിന്റെ അന്ന് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഓണം സെലിബ്രേഷൻ ഇന്നല്ല, നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പൊ ഇത്തിരി ഡിലേഡ് ഓണമായിരിക്കും ഞങ്ങളുടെ സെലിബ്രേഷൻ. അപ്പൊ താങ്ക് യു. എക്സൈറ്റഡ് ഓർ നെർവസ്? റേച്ചൽ, എക്സൈറ്റഡ് ഓർ നെർവസ്? ഒരുതരം ഫീലിംഗും ഇല്ല. അവിടെ എത്തണം എങ്ങനെ ബാത്റൂമിൽ പോയാൽ മതി എന്നുള്ളല്ലോ ഇപ്പോൾ. അതെ, നമ്മുടെ ഏരിയയിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. കൺവെൻഷൻ ഗേറ്റ് അല്ല, ജബീൽ ഹാൾ 4-5 അതിവിടെ അടുത്ത് തന്നെയാണ്. 4-5 നമ്മൾ ഏതാനും മണിക്കൂറുകൾ അല്ലേ, 2 മണിക്കൂറിനകത്ത് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ പ്രേ ഫോർ us guys. അതെ, അത് ചേച്ചിക്ക് എന്താ പറയാനുള്ള? ഞങ്ങളുടെ ടോപ്പറാണ്, ഞങ്ങളുടെ ഡാൻസിന്റെ ടോപ്പറാണ്. എനിക്ക് കുറച്ചൊരു നെർവസ്നെസ് ഉണ്ട്, എക്സൈറ്റഡും ആണ്. കണ്ടറിയാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ കുറച്ച് ഫൗണ്ടൻ കണ്ട് നിങ്ങൾ സ്ട്രെസ് മാറ്റും. തിരുവാതിരക്കളി, അങ്ങനെ പലതരം കോസ്റ്റ്യൂംസ് ഇവിടെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൺവീനർ ലീഡർ ഹസീബ്ക്ക, ഇന്നാണ് നമ്മുടെ പരിപാടി. നമ്മൾ പൊളിക്കില്ലേ? ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹലോ, ഹാപ്പി ഓണം. ഹായ് ഗൈസ്, ഹാപ്പി ഓണം. എല്ലാരും എക്സൈറ്റഡ് ആണോ? പൊളിക്കാൻ റെഡി അല്ലേ? വെരി എക്സൈറ്റഡ്. അയ്യോ, നമ്മുടെ പുരുഷ കേസരി എവിടെ? അയ്യോ, എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടേ. ബാക്ക് സ്റ്റേജ് ഇദ്ദേഹമാണ് ഫുൾ മേക്കപ്പും സെറ്റപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തത്. ഗോ ഗോ ഫുഡി ബൈ മീനു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, പുരുഷ കേസരി സ്റ്റേജ് വരുമ്പോൾ ഞങ്ങൾ കാണിക്കാം. ഇപ്പൊ കാണിക്കാൻ കുറച്ച് ആള് പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഇതൊക്കെയാണ്. ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു ആനയുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ. ആൾക്കാരൊക്കെ അതാ വരുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റേജ് ഇസ് ഓൺ. ഒരു ചെറുക്കൻ്റെ വീട്ടുകാരാണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഹായ് ഹായ്. എല്ലാരും ഫഹദ് ഫാസിലിന്റെ പോലെ ആയിരിക്കാണ്. നിങ്ങൾ
മാത്രം ഒരു പ്രകാശം വന്ന ലൈറ്റ് ആംബിയൻസിൽ നിന്നൊക്കെ. ഹായ് പുരുഷ കേസരി, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പരിപാടിയല്ലേ, ഇനി വരുന്നല്ലേ, ഓൾ ദ ബെസ്റ്റ്. നന്നായി ചെയ്യുക. ഇപ്പനെ പറഞ്ഞു പുരുഷ കേസരി ആൾക്കാർ. രംഗപൂജ കഴിഞ്ഞു. പിന്നെ ഫുൾ ലുക്ക് ഇതാ കണ്ടോളൂ. ഹായ്, എക്സൈറ്റഡ് ആണോ ഇന്നത്തെ പെർഫോമൻസ്? പൊളിക്കില്ലേ? നമ്മുടെ നിവ്യ കുട്ടി വരുന്നുണ്ട്. നിവ്യത്തിയേ താരത്തിരിക്കുന്നു. കുറെ ബാഗൊക്കെ തൂക്കി. ഗ്രൂമിംഗ് സെഷൻ. അതാ ഇപ്പൊ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു. മേക്കപ്പ് ചെസ് നമ്പർ 2 ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സമയമുണ്ട്. രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ പ്രാക്ടീസ് സെക്ഷൻ, ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് സെക്ഷൻ. കോമ്പറ്റീറ്റേഴ്സ് സ്റ്റേജ്. എന്ത് തോന്നുന്നു? Really excited. It's like a 3 month of our effort. So hopefully we will be reach. നിൽക്കുന്നു കുറെ മലയാളി മങ്കന്മാർ ആനയുടെ കൂടെ. ഫുഡിനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. മാസ്റ്റർ ഉണ്ട്. സദ്യ കഴിക്കാൻ പോവുകയാണ്. 4:30 4:30. ഹലോ 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 എല്ലാരും ഒന്ന് ഹായ്. ഹേസ് റേച്ചലോ, ഓ ധനീഷ്, യെസ് ബാക്കിലായിരുന്നു. വിഭവങ്ങൾ കാണിച്ചു തരാം. ഇനിയും വരാനുണ്ട്. പപ്പടം എന്തൊക്കെയോ വരാനുണ്ട്. വെയിറ്റിംഗ്. പായസം.
വാശിയേറിയ മത്സരം. അർജുൻ മാസ്റ്റർ ജയിക്കുമോ അതോ ശ്രീകാന്ത് ജയിക്കുമോ? കണ്ടറിയാം. കമോൺ, പിടിച്ചു നിൽക്കാണോ കൈ?